സോ ഹായ് ഹോൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് പ്രണവ്. സോ ഈ സ്ലൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലേ ഞാൻ എന്തിനാ വന്നിരിക്കുന്നതെന്ന്. സോ SSC CGL നോട്ടിഫിക്കേഷൻ വന്നു, ആപ്ലിക്കേഷൻ ഡേറ്റും കഴിഞ്ഞു. ടെൻറ്റേറ്റീവ് ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ഓഗസ്റ്റ് ടു സെപ്റ്റംബറിന്റെ ബിറ്റ്വീനിലാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ 2025 കമ്പയർ ചെയ്യുമ്പോൾ 2026 എന്താ പ്രത്യേകത, എന്താ ഇത്രമാത്രം സ്ട്രാറ്റജി പറയാനുള്ള കാരണം? സെക്ഷണൽ ടൈമർ വന്നിട്ടുണ്ട് അല്ലെ. എല്ലാ സെക്ഷനും 15 മിനിറ്റ്സ് ആണ് ടൈം ഉള്ളത്. ടൈം ഉള്ളതെന്നല്ല, ടൈം ഉള്ളൂ. 2025 എങ്ങനെയായിരുന്നു? 60 മിനിറ്റും ഉണ്ട്, 100 ക്വസ്റ്റ്യനും ഉണ്ട്. നമ്മൾ ഇഷ്ടമുള്ള സെക്ഷനിലേക്ക് ഇഷ്ടമുള്ള ടൈമിൽ പോവാം. ആദ്യം ഒരു 10 ക്വസ്റ്റ്യൻ റീസണിങ് ചെയ്യുന്നു, പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻ GK ചെയ്യുന്നു, വേണമെങ്കിൽ മാത്സിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഇനി അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു സെക്ഷനിൽ 15 മിനിറ്റ്സേ ആകെയുള്ളൂ. ആ 15 മിനിറ്റ്സിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നവൻ ക്ലിയർ ചെയ്യും അല്ലേ. അപ്പോൾ കോമ്പറ്റീഷൻ കൂടി. അപ്പോൾ കട്ട് ഓഫിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ധാരണയില്ല, ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിലും വലിയ ധാരണയില്ല. അപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ പഠിക്കാം അല്ലേ. സോ ഇവിടെ നോക്കൂ, ഈ പിക്ചറിൽ നിന്ന് നമുക്ക് കാണാം ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം പ്രോപ്പറായി മാനേജ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് പാറ്റേൺ ഒക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് 2026 2025 പോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൊന്നും മാറ്റില്ല. ആകെ ഒരു ഡിഫറൻസ് വരുന്നത് എവിടെയാണ് ഒന്ന് നോക്കിയാലോ. ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷനിലാണല്ലേ ഡിഫറൻസ് വരുന്നത്. അപ്പൊ എന്താ ഡിഫറൻസ്? 15 മിനിറ്റ്സ് ആണ് ഒരെണ്ണത്തിനുള്ളത്. ക്ലിയർ? 15 മിനിറ്റ്സേ ഒരു സെക്ഷനുള്ളൂ. ജനറൽ ഇന്റലിജൻസ്, റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ സാധാരണ 2025 പോലെ തന്നെ. പക്ഷെ സെക്ഷണൽ ടൈമർ വന്നു അല്ലേ. 15 മിനിറ്റ്സ്, ടോട്ടൽ 60 മിനിറ്റ്സ്. അപ്പൊ നോക്കിയേ, ഒരു ക്വസ്റ്റ്യന് എത്ര മാർക്സ് ആണ്? ഇൻറ്റു 2 അല്ലേ. 2 മാർക്സ് ആണ് ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ലൊരു പ്ലാൻ അല്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് നേരെ അകത്തേക്ക് കയറാം അല്ലേ. പക്ഷേ ഈ സെക്ഷണൽ ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി. അപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യാം? ഇപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മൾ ബുദ്ധിയുള്ള ആൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു എക്സാം എഴുതിയാൽ ക്രാക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. സ്മാർട്ട് വർക്കാണ് ഇവിടെ വേണ്ടത് അല്ലേ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നു, ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ ഇത് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുമെങ്കിൽ അപ്പോൾ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകും. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം സോർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് പോയാൽ എൻഡിലെത്തുമ്പോൾ നമുക്ക് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടെണ്ണോ ചെയ്യാം. അപ്പോൾ വെൻ കമ്പയർ ടു അടുത്ത ആൾ, നമ്മുടെ അടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് അങ്ങനെ എത്താൻ പറ്റും. അപ്പോൾ അതൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നോക്കിയാലോ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ്? 25 ഒരു സെക്ഷനിൽ. ടോട്ടൽ മാർക്സ് 50 ആണ്. അങ്ങനെ മൊത്തം 200 മാർക്സ് ആണുള്ളത്. 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും എന്താ, എന്നാൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇറങ്ങിയാൽ പോരെ, ഭാഗ്യമുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. പക്ഷെ അതും നടക്കില്ല. 0.5 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അല്ലേ. 0.5 നെഗറ്റീവ് മാർക്കിംഗ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 0.5 പോവും. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇത് നോക്കിയേ. ഇപ്പൊ ഞാൻ 75 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു. എത്ര ക്വസ്റ്റ്യൻ? 75 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ അതിൽ എൻ്റെ 10 എണ്ണം തെറ്റി. 10 എണ്ണം, 10 went wrong. അപ്പൊ എൻ്റെ കയ്യിൽ എത്ര എണ്ണം ശരിയായി? അല്ലെങ്കിൽ 75 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, 10 ക്വസ്റ്റ്യൻ എൻ്റെ തെറ്റി. അപ്പൊ എനിക്ക് എത്ര മാർക്ക് കിട്ടും? 75 ഇൻറ്റു 2 150 കിട്ടുമോ? 150 കിട്ടുമായിരുന്നു 10 എണ്ണം തെറ്റിയില്ലെങ്കിൽ. ഇവിടെ ഇപ്പൊ ഇനി 150 കിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ ഇനി എത്ര കിട്ടുക നോക്കിയേ. സോ 75 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, 10 എണ്ണം തെറ്റി. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി? ബേസിക് മാത്സ് 75 മൈനസ് 10 എത്രയാ? 65. സോ 65 ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ കറക്റ്റ് ആയത്. അത് ഇൻറ്റു 2 എത്ര വന്നു? 130 അല്ലേ. സോ ഇതൊരു മാത്തമാറ്റിക്കൽ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. 65 ഇൻറ്റു 2 എങ്ങനെ ചെയ്യും? 60 ഇൻറ്റു 2 120, 5 ഇൻറ്റു 2 10, അപ്പോൾ 130 ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാത്സിന്റെ സ്പീഡൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന നമ്പറൊക്കെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കാണുന്ന നമ്പറൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. പോയിന്റ് വരണമെങ്കിൽ വരട്ടെ. അപ്പോൾ 65 ഇൻറ്റു 2 130 കിട്ടണമായിരുന്നു. പക്ഷെ നമ്മുടെ 10 എണ്ണം തെറ്റി. 0.5 ഒരു ക്വസ്റ്റ്യൻ്റെ കട്ടാവും. അപ്പോൾ 10 എണ്ണം തെറ്റിയാൽ എത്ര മാർക്ക് പോകും? 5 മാർക്ക് പോകും അല്ലേ. സോ 135 5 പോയാൽ 125 മാർക്സേ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ.
അപ്പോൾ ഒരു നോർമൽ ഒരു 75 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പോയ ആളെന്ത് ചെയ്യും? എനിക്ക് 150 കിട്ടും, ഞാൻ ക്ലിയർ ചെയ്യും പ്രിലിംസ് എന്ന് പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ടയർ 1 ഞാൻ ക്ലിയർ ചെയ്യും എന്ന് പറയും. പക്ഷേ റിസൾട്ട് വരുമ്പോഴോ 125 ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ആക്യുറസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലീവ് ചെയ്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ലെങ്കിലും അൺനെസസറി ആയിട്ട് പോയിട്ട് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു പുറത്തിറങ്ങിയാൽ അത് അക്യുറസിയെ ബാധിക്കും. അക്യുറേറ്റ് അല്ലെങ്കിൽ യു വിൽ ലൂസ് മാർക്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ അക്യുറസി എന്നുള്ള വേർഡിൽ ഒരു ഇമ്പോർട്ടൻസ് വെക്കുക. കിട്ടി ഷുവർ ആക്കിയിട്ട് മാത്രം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോവുക, നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി ആട്ടോ, അക്യുറസി. ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്തിട്ട് വന്നാൽ നടക്കില്ല. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാം. 2025 ഇത് തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഈ ടൈമർ വരുമ്പോൾ നമ്മൾ അപ്രോക്സ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ആൻസറിലേക്ക് എത്തി വിചാരിച്ചിട്ട് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വന്നാൽ അത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക. 15 മിനിറ്റ്സ് ടൈമർ ഉണ്ട്. ടൈമർ വെച്ചിട്ടുള്ള മോക്സ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ 15 മിനിറ്റ്സ് സെക്ഷണൽ ടൈമിംഗ് വന്നതോടുകൂടി എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിൻ്റെ മോഡ് തന്നെ ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആകെ പറയാൻ പറ്റുന്ന കാര്യം എന്താ? പ്രിപ്പയർ വെൽ. ഇത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നോക്കാം ഇനി എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ സെക്ഷണൽ ടൈമറിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം, സ്റ്റഡി ചെയ്യണം. സബ്ജക്റ്റ് നോളജ് ഒക്കെ നമുക്കുണ്ട്. എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ നമുക്ക് പ്രഡിക്റ്റബിളുമാണ്. പക്ഷെ ആ ടൈമിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, ആ സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെ ആയിരിക്കണം ഒന്ന് നോക്കിയേ. എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് എത്താം, എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്താം, എന്താ ചെയ്യുക നോക്കൂ. ഐഡന്റിഫൈ വീക്ക് ഏരിയാസ്. നമ്മുടെ പേഴ്സണലി നമ്മുടെ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ വീക്ക് ഏരിയ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം പഠിക്കണം. പഠിച്ചാലല്ലേ വീക്ക് ഏരിയ ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. പഠിച്ചില്ലെങ്കിൽ ചിലവർക്ക് എല്ലാം സ്ട്രോങ് ഏരിയ ആണ്, ചിലവർക്ക് എല്ലാം വീക്ക് ഏരിയ ആവും. അപ്പോൾ പഠിച്ചാലാണ് ഇതിൽ ഏതാണ് നമ്മുടെ വീക്ക്നെസ്. ഇപ്പോൾ ചിലവർക്ക് എന്താ ക്വാണ്ട് ആയിരിക്കും വീക്ക്, ചിലവർക്ക് ഇപ്പോൾ പേഴ്സൺ 1 പേഴ്സൺ 2 റീസണിങ് ആയിരിക്കും വീക്ക്, ചിലവർക്ക് GK ആയിരിക്കാം, ചിലവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കാം, ചിലവർക്ക് ഈ പറഞ്ഞതെല്ലാം ഓക്കെ ആയിരിക്കും, ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു സബ് ടോപ്പിക്സ് ആയിരിക്കും അവർക്ക് വീക്കായി വരാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പഠിക്കണം. അപ്പോൾ എത്ര മണിക്കൂർ പഠിക്കണം? അതൊക്കെ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ വേറെ ഷെഡ്യൂൾ കാണിക്കുന്നുണ്ടാവും. അതനുസരിച്ച് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്താൽ ഈ CGL നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം അല്ലേ. എന്തായാലും 12,256 വേക്കൻസി ഉണ്ടല്ലോ, 12,256 വേക്കൻസീസ് ഉണ്ട്. അത്രയും പേര് അവരെന്തായാലും എടുക്കുമല്ലോ. അതിലൊന്ന് നിങ്ങളാണ്, അത് നിങ്ങൾ ഷുവറാക്കി. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാം? എന്താ ചെയ്യുക? പഠിക്കുക, വീക്ക് ഏരിയാസ് മനസ്സിലാക്കുക. നിങ്ങളുടെ വീക്ക് ഏരിയ എൻ്റെയോ വേറെ ആളുടെയോ അല്ല, നിങ്ങളുടെ വീക്ക് ഏരിയ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത് എന്താ ചെയ്യാം? ഡെയിലി ആൻഡ് വീക്ക്ലി റിവിഷൻ. പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നമ്മുടെ മൈൻഡ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇനി എനിക്ക് ആ ടോപ്പിക്കിൽ എവിടെയെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ, ഇന്ന ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന സെക്ഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എവിടെയാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഡെയിലി വീക്ക്ലി റിവിഷൻ ചെയ്യണം, വീക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഇനി മൂന്നാമത് എന്താ ചെയ്യുക? സെക്ഷണൽ മോക്ക്. അപ്പോൾ ഇത്രയും നാൾ ഒരു 2025 CGL വരെ സെക്ഷണൽ ടെസ്റ്റിനോ മോക്ക് ടെസ്റ്റിനോ ഒന്നും CGL വലിയ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. കാര്യം എന്താ? ടൈമർ ഇല്ല. ആകെ ക്വാണ്ടും റീസണിങ്ങും പഠിച്ചാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷും നോക്കിയാൽ GK നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൽ സെക്ഷണൽ ടൈമിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴോ സെക്ഷണൽ മോക്ക് ചെയ്തില്ലെങ്കിൽ കാര്യം കയ്യിൽ നിന്ന് പോകും അല്ലേ. കാര്യം എന്താ? 15 മിനിറ്റ്, നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ 15 മിനിറ്റ്സ് ഉള്ളൂ ഒരു സെക്ഷന്. മാത്സ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, റീസണിങ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇംഗ്ലീഷ് 25 ഉണ്ട്. എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും? അറിയില്ല അല്ലേ. അപ്പോൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ട്രബിളിലാവും. അപ്പോൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യണം അല്ലേ. നെക്സ്റ്റ് ഫുൾ ലെങ്ത് മോക്ക് ചെയ്യണം. ഫുൾ ലെങ്ത് മോക്ക് മീൻസ് ആ ഒരു 1 hour കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ മുന്നിലിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ ലെങ്ത് മോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് നമ്മളൊരു എക്സാം പാറ്റേണിലേക്ക് നമ്മൾ ബിൽട്ട് ആവുള്ളൂ. ക്ലിയർ അല്ലേ? നമ്മൾ അതിനോട് ഒരുങ്ങണമല്ലോ. ഒരുങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഫുൾ ലെങ്ത് മോക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ സെക്ഷണൽ മോക്ക്, ഫുൾ ലെങ്ത് മോക്ക്, വീക്ക് ഏരിയ കണ്ടുപിടിക്കൽ ആൻഡ് വീക്ക്ലി ഡെയിലി റിവിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഒന്നൊരു റൗണ്ട് ആവും, ഏകദേശം ഒന്ന് ബിൽട്ട് ആവും.
ഞാൻ റെഡിയാണ് ഇങ്ങനെ ഒരു എക്സാമിനെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം എന്താ? ഇതെല്ലാം ചെയ്താലും ഈ സെക്ഷണൽ മോക്കിലായാലും ഈ ഫുൾ മോക്കിലായാലും എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ആക്യുറസി. ഓക്കെ, ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്തും അൺനെസസറി ആയിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോയാൽ നടക്കില്ല. എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഓക്കെ ആയിരിക്കും, റിസൾട്ട് വരുമ്പോൾ ഓക്കെ ആവില്ല. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കാം, നെക്സ്റ്റ് എന്താ? സ്റ്റഡി പ്ലാൻ കഴിഞ്ഞു. ഇനി ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെന്താ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം, നോക്കൂ, മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്യണം, സെക്ഷണൽ മോക്കും ചെയ്യണം, ഫുൾ ലെങ്ത് മോക്കും ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി കമ്പ്യൂട്ടർ മോക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണ് ആ ഒരു ടേമിൽ ഞാൻ അത്രയും എംഫസൈസ് ചെയ്യാൻ എന്താ കാരണം, അത്രയും പുഷ് ചെയ്ത് പറയാൻ എന്താ കാരണം? കമ്പ്യൂട്ടർ മോക്സ് ഇല്ലെങ്കിൽ കളി കാര്യമാവും അല്ലെ? കാര്യം എന്താ, നമ്മളിപ്പോ ഫോണിൽ ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഇതാണ് നിങ്ങളുടെ 1 to 25 ഇത്രയും ക്വസ്റ്റ്യൻസ് ആണല്ലോ ഒരു സെക്ഷനിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ആൻസേർഡ് കാണാം, നോട്ട് ആൻസേർഡ് കാണാം, മാർക്ക് ഫോർ റിവ്യൂ കാണാം. ക്ലിയർ? 25 നോട്ട് ആൻസേർഡ്. ഇപ്പൊ ഇതിലൊന്നും ക്ലിക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നോട്ട് ആൻസേർഡ് 25 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആൻസേർഡിന്റെ അവിടെ എന്ത് വരും? 1 വരും അല്ലെ? 1 വരും. അപ്പൊ നോട്ട് ആൻസേർഡ് എന്താവും? 24 ആവും. ഇത് ബേസിക് മാത്സ്. ഒന്നായാലും അവിടെ ഒന്ന് കുറയും അല്ലെ? ഇവിടെ ഒന്ന് കൂടി അവിടെ ഒന്ന് കുറഞ്ഞു, വേറെ ഒന്നുമില്ല. അപ്പൊ നോക്കൂ, എന്തുകൊണ്ട് കമ്പ്യൂട്ടർ മോക്സ് എന്ന് ഞാൻ ഹെഡിങ് കൊടുത്തു? ഇപ്പൊ നിങ്ങൾ ഫോണിലാണ് മോക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഫോണിൽ ഇങ്ങനെ തന്നെ വരും. ഫോണിൽ നിങ്ങൾ ഒരു പേപ്പറിൽ നിങ്ങൾ എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്തു, നിങ്ങൾക്ക് ആൻസർ കിട്ടി. ആൻസർ കിട്ടി, നിങ്ങൾ ഫോണിൽ തന്നെ ഈ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അത് നിങ്ങൾ സോൾവ് ചെയ്യുന്നു, അടുത്ത ഓപ്ഷൻ അടിക്കുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, പെട്ടെന്ന് പോകുന്നു. അപ്പൊ ഈ ഹാൻഡ് മൂവ്മെന്റ് നമ്മൾ ഓൾറെഡി സ്ട്രോങ് ആയതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുന്ന ടൈം കുറയും അല്ലെ? ഇപ്പൊ നോർമലി ഇപ്പോൾ ഒരു 25 ക്വസ്റ്റ്യൻ 15 മിനിറ്റിൽ 25 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആള് ഫോണിലാണ് ആ മോക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആൾക്ക് 25 ചെയ്യാൻ പറ്റും. ആൾക്ക് ചെയ്യാനുള്ള സ്പീഡും ഉണ്ട്, ഫോണിലാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് വെൻ ഇറ്റ് കംസ് ടു കമ്പ്യൂട്ടർ മോക്സ്, കമ്പ്യൂട്ടറിൽ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മൾ മൗസ് ആയിട്ട് ഒരു റിലേഷൻ ഇല്ലെങ്കിൽ, നമ്മൾ മൗസ് ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, നമുക്ക് ചെയ്യാൻ അറിയാം, നമുക്ക് ആൻസർ കിട്ടി, ആ മൗസ് എടുത്തിട്ട് ഓപ്ഷനിലേക്ക് പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു, ഇതിൽ ചിലപ്പോൾ ടൈം ഒരു 10 to 20 സെക്കൻഡ്സ് എക്സ്ട്രാ പോകുന്ന ആൾക്കാരുണ്ട്. മൗസ് ആയിട്ട് അവർക്കൊരു റിലേഷൻ ഇല്ല, അവർ ഫോണിലാണ് മോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമ്മൾ മാറ്റണം. കമ്പ്യൂട്ടർ മോക്സ് നിർബന്ധമാക്കണം. കാര്യം എന്താ? മൗസ് എടുക്കുക, ഓപ്ഷനിലേക്ക് പോവുക, ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടിക്കുക. ഇറ്റ് ടേക്സ് ടൈം അല്ലേ? അപ്പൊ ഈ കമ്പ്യൂട്ടർ മോക്ക് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കമ്പ്യൂട്ടർ മോക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലാപ്ടോപ്പിൽ ചെയ്യാൻ പാടില്ല എന്നല്ല, മൗസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മൗസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മൗസ് എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുക, പോവുക. ഇത് ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകും, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഗെയിൻ ആവും. പക്ഷെ ആ കോൺഫിഡൻസ് ഒരു നെഗറ്റീവ് ആണ് മൗസ് ഇല്ലാതെ ചെയ്താൽ. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണല്ലോ CGL. ഓക്കെ, അപ്പൊ മൗസ് ആയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻസിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ അറിയോ അറിയില്ല അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ അറിയായിരിക്കും, പക്ഷേ ഈ മൗസ് ആയിട്ട് ഒരു റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അവിടെ ടൈം കൺസ്യൂം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് പറയാനുള്ളത്? നോക്കൂ, ഫോക്കസ് ഏരിയാസ് നോക്കാം. 2025 2024 2025 ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കിയാൽ റീസണിങ്ങിൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ? ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? നോക്കൂ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഡീകോഡിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. നെക്സ്റ്റ് അനലോജി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. നമ്പർ ആൻഡ് ലെറ്റർ സീരീസിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് 2 years കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മിറർ ഇമേജ്. ഇതിന്റെ അർത്ഥം എന്താ? ഈ 4 ടോപ്പിക് പഠിച്ചാൽ മതി എന്നാണോ? ഇതല്ല. ടോപ്പിക്സ് നിങ്ങൾ എല്ലാം കവർ ചെയ്താലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ ചാൻസസ് ഉള്ള ടോപ്പിക്സ് ആണ് കോഡിംഗ്, ഡീകോഡിംഗ്, അനലോജി, നമ്പർ ലെറ്റർ സീരീസ് ആൻഡ് മിറർ ഇമേജ്. അപ്പൊ ഇതിൽ കുറച്ച് എക്സ്ട്രാ ഫോക്കസ് കൊടുക്കുക. ഇതിന്റെ സെക്ഷണൽ മോക്സ് കുറച്ച് കൂടുതൽ ചെയ്യുക. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി എംഫസൈസ് ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെയും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക.
ഓക്കെ, എന്നാലേ നമുക്ക് സ്പീഡും കൂടുള്ളൂ, ആ സെക്ഷണൽ ടൈമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ചിലവർ റീസണിങ് സ്ട്രോങ് ആയിരിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളൊന്ന് ലാക്ക് ചെയ്താൽ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് പുറകിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതിന് പകരം ഇതിന്റെ സെക്ഷണൽ ടെസ്റ്റ് നിങ്ങൾ കൂടുതൽ ചെയ്താൽ, റീസണിങ്ങിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയാൽ നിങ്ങൾക്ക് ആ സെക്ഷണൽ ടൈം കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയാൽ അത് ഭയങ്കര വലിയ ബെനിഫിറ്റ് ആയി മാറും. അത് നമുക്ക് എഴുതുമ്പോൾ, എക്സാം എഴുതുമ്പോൾ മനസ്സിലാവും. ക്ലിയർ? അപ്പൊ ഈ 4 ടോപ്പിക്സ് ആണ് നിങ്ങൾ റീസണിങ്ങിൽ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് പഠിക്കേണ്ടതും പുഷ് ചെയ്ത് സെക്ഷണൽ ടെസ്റ്റ് ചെയ്യേണ്ടതും ഈ ടോപ്പിക്സ് ആണ്. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യരുത്. കാര്യം എന്താ, 2024-2025 CGL ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സെക്ഷൻസിൽ നിന്നാണ്. ഈ റീസണിങ് സെക്ഷനിലെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. ക്ലിയർ? അപ്പൊ നോക്കാം, നെക്സ്റ്റ് എന്താ, ഫോക്കസ് ഏരിയാസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ആക്ച്വലി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാം ഫോക്കസ് ചെയ്യണം, പക്ഷേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എവിടെന്നാ? പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ നോക്കൂ, ഞാൻ ഈ ഈച്ച് ആൻഡ് എവറി തൊട്ട് പോവാം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കണമെങ്കിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നമ്മൾ ആദ്യമേ ഒരു മാത്സ് പഠിക്കുന്ന ആള് 1 into 2 2 2 2 are 4 3 6 ഇങ്ങനെ ടേബിൾസ് ഒക്കെ പഠിച്ചു, സ്ക്വയർ പഠിച്ചു, ക്യൂബ് പഠിച്ചു, ഇതെല്ലാം നമ്മൾ പഠിച്ചു. നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് മനസ്സിലാവില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? നമ്മൾ റേഷ്യോ അറിഞ്ഞിരിക്കണം അല്ലേ? അല്ലേ, കാര്യമല്ലേ? റേഷ്യോ അറിഞ്ഞിരിക്കണം. പെർസെൻറ്റേജ് അറിയണ്ടേ? പെർസെൻറ്റേജ് അറിയണമല്ലോ അല്ലേ? ഒരാൾ ഒരു പ്രൊഡക്റ്റ് 20% പ്രോഫിറ്റിന് വിറ്റാൽ അതൊരു 100 120 ആവും, അല്ലെങ്കിൽ അത് 6/5 ആണ്. CP 5 ആയിരുന്നു, പിന്നെ 6 ആയി. ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? 20% ഹൈ പ്രൈസിന് ഒരാൾ ഒരു പ്രൊഡക്റ്റ് വിറ്റു എന്ന് പറഞ്ഞാൽ 20% എത്രയാ? 1/5. അപ്പൊ 5 ആയിരുന്ന സാധനം എന്തിനു വിറ്റു? 6ന് വിറ്റു. അപ്പൊ 5:6 ആയി അല്ലെ? 5 ആയിരുന്നത് 6 ആയി. അപ്പൊ നോക്കൂ, അപ്പൊ അവിടെ റേഷ്യോ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ CP എത്രയായി? 5 ആയിരുന്നു, പിന്നീട് അതെന്തായി? 6 ആയി. അപ്പൊ പെർസെൻറ്റേജ് അറിഞ്ഞിരിക്കണം, റേഷ്യോ അറിഞ്ഞിരിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യാനായിട്ട്. പിന്നെന്താ? പിന്നെ നമ്പർ സിസ്റ്റം അറിഞ്ഞിരിക്കണം അല്ലേ? ഏതെങ്കിലും ഒരു വലിയൊരു നമ്പർ തന്നു, നമ്മൾ അതായിട്ട് കണക്ട് ചെയ്യുന്നു, ഇതിൽ ഏത് കോമൺ നമ്പറിൽ ഈ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ക്യാൻസലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് ഇക്വേഷൻ ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷെ എന്ത് പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റാതെ നിങ്ങളവിടെ സ്റ്റക്കായി പോകും. സ്റ്റക്കായാൽ പോയാൽ ഇപ്പൊ എന്താ പ്രശ്നം? സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞാൽ സിസ്റ്റം തനിയെ എന്ത് ചെയ്യും? അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോകും. നമ്മളായിട്ട് നെക്സ്റ്റ് സെക്ഷൻ അടിക്കേണ്ട ആവശ്യമില്ല, സിസ്റ്റം തനിയെ കൊണ്ടുപോയിക്കോളും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയി നമ്മൾ സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോഴായിരിക്കും നമുക്കറിയാം. അപ്പോൾ അതിന് പറ്റാതിരിക്കാനായിട്ട് നമ്പർ സിസ്റ്റം ക്ലിയർ ആക്കുക. നമ്പർ സിസ്റ്റം എല്ലാ ചാപ്റ്റർ ചെയ്യാനും നമ്പർ സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ടല്ലേ? ഡിവിസിബിലിറ്റി, ഒരു നമ്പർ 2ൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നമ്പർ 2ൽ ഡിവിസിബിൾ ആണോ, 3ലാണോ, 4ൽ ഡിവിസിബിൾ ആണോ, 5ൽ ഡിവിസിബിൾ ആണോ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുക. 3ന്റെ 9ന്റെ ഡിവിസിബിലിറ്റി റൂള് സെയിം അല്ലേ? സം ഓഫ് ദ ഡിജിറ്റ്സ് ചെയ്താൽ പോരെ? 4ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെ? ലാസ്റ്റ് നട്ട് 0 ആണ്, അല്ലെങ്കിൽ 4ന്റെ ടേബിളിൽ പോകി 4ൽ ഡിവിസിബിൾ ആണല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കണം, നമ്പർ സിസ്റ്റം. ഇതൊക്കെ പഠിച്ചാലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസോ ടൈം ആൻഡ് വർക്കോ ടൈം ആൻഡ് ഡിസ്റ്റൻസോ ഇൻട്രസ്റ്റോ ചെയ്യണമെങ്കിൽ അവിടെ കാൽക്കുലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നോക്കുക, അടുത്തതോ ഓൾജിബ്ര. ഓൾജിബ്രയെന്നും ധാരാളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, DI, ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, പൈ ചാർട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാനും റേഷ്യോ ഓഫ് 2013 to 2014 റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റേഷ്യോ അറിയണം അല്ലേ? ഇപ്പൊ ഇവിടെ 20:10 ആണ് റേഷ്യോ എങ്കിൽ അത് കട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് 2:1 എന്ന് എഴുതാൻ അറിയണ്ടേ? ഇതിപ്പോ ഒരു ചെറിയ നമ്പർ ആയതുകൊണ്ട് 10ന്റെ ടേബിളിൽ ഞാൻ ഡിവൈഡ് ചെയ്തു. വലിയ നമ്പേഴ്സ് ആണെങ്കിലോ ഏത് നമ്പറിൽ അത് ഡിവൈഡ് ചെയ്ത് കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്പർ സിസ്റ്റം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്പർ സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ട്, ഡിവിസിബിലിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ട്രിഗ്നോമെട്രി. ആസ് യൂഷ്വൽ ട്രിഗ്നോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ റേഷ്യോ പ്രപ്പോർഷനിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആദ്യം പോയി പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഡിവിസിബിലിറ്റി, ടേബിൾസ്, LCM, HCF, ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഒരു നമ്പറിന്റെ ടേബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ നമ്പറിന്റെ ടേബിൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 12ന്റെ ടേബിൾ പഠിക്കുന്നു. ഓക്കെ, അവിടെ 12 1s are 12, 12 2s are 24, 12 3s are 36 ഇങ്ങനെ പഠിക്കാതെ ആ നമ്പേഴ്സ് വെറുതെ പറഞ്ഞു പോവുക ടേബിൾസിന്റെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസിന്റെ.
12, 24, 36, 48, 60, 72, 84, 96, 108, 120, 132, 144, 156 ഇങ്ങനെ പറഞ്ഞു പോവാം. 13 ആണെങ്കിൽ 13, 26, 39, 52, 65, 78, 91 ഇങ്ങനെ പറഞ്ഞു പോവാം. മൾട്ടിപ്പിൾസ് പറഞ്ഞു പോവാം. അതിന്റെ ഗുണം എന്താ? ഫോർ എക്സാമ്പിൾ ഇപ്പം 12ന്റെ 15ന്റെ LCM ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നോർമലി എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? പ്രൈം ഫാക്ടറൈസ് ചെയ്യാതെ ഒരു രക്ഷയില്ല. പക്ഷെ അതല്ലാതെ ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിന്റെ ടേബിൾസ് അറിയാമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോവാം. 12, 24, 36, 48, 60. 15ന്റെയോ 15, 30, 45, 60. അപ്പോൾ 60 അല്ലേ കോമൺ? പെട്ടെന്ന് കിട്ടിയില്ല ആൻസർ. അല്ലെങ്കിൽ ഇത് നമ്മൾ 12ഉം 15 ഒക്കെ എല്ലാ ക്വസ്റ്റ്യനിലും കോമൺ ആണ്. എന്നാലും നിങ്ങൾക്ക് അത് അത്ര ഫെമിലിയർ അല്ലെങ്കിലും LCM കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആവും. എങ്ങനെ? ഈ മൾട്ടിപ്പിൾസ് ബൈ ഹാർട്ട് ആയാൽ. അല്ലാതെ 12 into 1, 12, 12 2s are 24 അല്ലെങ്കിൽ 15 into 1. ആ into 1 ഒന്നും നമുക്കിനി വേണ്ട. പിന്നെ ചിലവർക്കൊരു ഇതുണ്ട് എന്താ? അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി 20 ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് 20 ആൻസർ കിട്ടി, 20 ഓപ്ഷനിലും ഉണ്ട്. ഇങ്ങനെ 2 വര വരയ്ക്കലൊക്കെ ഉള്ളൊരു പരിപാടിയില്ലേ നമുക്ക്? അതൊന്നും ഇനി നടക്കില്ല. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ 2 വര വരയ്ക്കാൻ തന്നെ ചിലപ്പോൾ ഒരു 5 സെക്കൻഡ് പോകും. അതുപോലും കളയാൻ നമ്മുടെ കയ്യിൽ ഇല്ല. നേരത്തെ നമ്മളത് ചെയ്തിരുന്നു, ഇനി അത് നടക്കില്ല. ഇനി അത് അല്ലാതെ ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് നിങ്ങളുടെ മാർക്കൊന്നും പോവില്ല. പക്ഷേ ഇങ്ങനെ അത്രയും ടൈം പോലും നമുക്ക് കളയാനില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്ത്? മൗസായിട്ട് റിലേഷൻ വേണം. മൗസ് നമ്മളൊന്ന് വിറച്ചു അല്ലെങ്കിൽ നമ്മളൊന്ന് ഷിവർ ചെയ്തിട്ടാണ് ഓപ്ഷനിലേക്ക് പോകുന്നതെങ്കിൽ തന്നെ ഒരു 5 to 10 സെക്കൻഡ് നമ്മളവിടെ ലൂസ് ചെയ്യും. ക്ലിയർ? അപ്പൊ നമുക്ക് ഏകദേശം പ്രഡിക്റ്റബിൾ ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇതൊക്കെയാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. പ്രഡിക്റ്റബിളും ആണ്. ഇനി നമ്മളെ തന്നെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ട് ഒന്നൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ CGL നമ്മുടെ കയ്യിലിരിക്കും. ക്ലിയർ? അപ്പൊ നോക്കാം നെക്സ്റ്റ് എന്താ ഉള്ളത്. നോക്കൂ. സോ വീക്ക്ലി സ്ട്രക്ചർ നമ്മൾ എങ്ങനെ പഠിക്കും? ഒരു മൺഡേ അല്ലെങ്കിൽ ഒരു സൺഡേ നമുക്ക് ലീവ് ചെയ്യാം. സൺഡേ ലാസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മൺഡേ ഒരു വർക്കിംഗ് ഡേ, ഒരു വീക്കിന്റെ സ്റ്റാർട്ട് എടുക്കേണ്ട, ഒരു വർക്കിംഗ് ഡേ നിങ്ങൾ എടുക്കും. ഒരു മൺഡേ ഫ്രഷ് ആയിട്ട് നമുക്ക് എങ്ങനെ തുടങ്ങാം നോക്കാം. അപ്പൊ വീക്ക്ലി സ്ട്രക്ചർ നോക്കൂ. മൺഡേ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ചേഞ്ച് ചെയ്യാം കേട്ടോ. സോ ഒരു ഇംഗ്ലീഷ് ടോപ്പിക്, QA ടോപ്പിക്സ് പ്ലസ് 3 സെക്ഷണൽ മോക്ക്. ആ പഠിച്ചതിന്റെ ഒരു 3 സെക്ഷണൽ മോക്ക്. അത് നിങ്ങൾക്ക് 2 ഇംഗ്ലീഷ് ചെയ്യാം, ഒരു QA ചെയ്യാം, അല്ലെങ്കിൽ ഒരു QAയുടെ സെക്ഷണൽ മോക്ക് ചെയ്യാം, 2 ഇംഗ്ലീഷിന്റെ സെക്ഷണൽ മോക്ക് ചെയ്യാം. അപ്പൊ ആ ഡേ അങ്ങനെ കഴിയുന്നു. നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആൻഡ് റീസണിങ്, അതോടൊപ്പം തന്നെ 3 സെക്ഷണൽ മോക്ക്. ഓക്കെ, ഇത് 1ഉം 2ഉം ഒക്കെ ആക്കായിരുന്നു എപ്പോൾ? ഒരു 2 മാസം മുന്നേ. ഇനിയിപ്പോൾ അധികം നാളില്ല. അപ്പൊ നമ്മൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് കൂട്ടി കൊണ്ടുവരണം. ക്ലിയർ? നമ്മുടെ ടോപ്പിക്സ് എത്രത്തോളം നമ്മൾ പഠിച്ചു, എത്രത്തോളം നമുക്ക് ക്ലിയർ ആണ്, അത്രത്തോളം നമ്മൾ മോക്കും കൂടി ചെയ്താൽ മാത്രമാണ് ടൈമായിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പൊ നോക്കാം. വെനസ്ഡേയോ ഒരു റീസണിങ്, GK 3 സെക്ഷണൽ മോക്ക്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാം കേട്ടോ. ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാം. തേഴ്സ്ഡേ ആയാലോ QA GK 3 സെക്ഷണൽ മോക്ക്. ഫ്രൈഡേ ഒരു QA റീസണിങ് 3 സെക്ഷണൽ മോക്ക്. അപ്പോൾ 3 സെക്ഷണൽ മോക്ക് കമ്പൽസറി ആണ്. അത് 1ൽ 2ലും നിർത്തിയിട്ട് കാര്യമില്ല, 3 തന്നെ ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ടൈമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ എല്ലാ സ്ലൈഡിലും പറയുന്നത്. ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ കാണിച്ചത് ഒരു ടൈമിന്റെ പിക്ചറാണ്. ക്ലിയർ? അപ്പോൾ നോക്കുക. സാറ്റർഡേ എന്ത് ചെയ്യുന്നു നമ്മൾ? QA കറണ്ട് അഫയേഴ്സ് 3 സെക്ഷണൽ മോക്ക്. സൺഡേയോ ആ പഠിച്ച എല്ലാ ടോപ്പിക്സും കൂടി നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നു. ഒരു ഫുൾ മോക്കും കൂടി ആഡ് ചെയ്യാം സൺഡേയിലത്തേക്ക്. ഓക്കെ, സൺഡേ ഒരു ഫുൾ മോക്ക് ഒരെണ്ണം. അങ്ങനെ ഒരു 4 ആഴ്ച, ഒരു 5 ആഴ്ച ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ട് പാക്ഡ് ആവും. ആ ടോപ്പിക്സ് നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ഒന്ന് വൈഡ് ആവും. നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ഫോർ SSC CGL 2026. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ സ്റ്റഡി സ്ട്രക്ചർ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ. അപ്പൊ സ്റ്റഡി പ്ലാനിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന്. 2-3 ക്വസ്റ്റ്യൻ ചെയ്താലും ഈ ടൈപ്പ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാം. അതിന്റെ സെക്ഷണൽ മോക്സ് ഞാൻ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ വീക്ക് ഏരിയാസ്, എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ടല്ലോ. ആരും കംപ്ലീറ്റ്ലി സ്ട്രോങ്ങും കംപ്ലീറ്റ്ലി ഓക്കെ അല്ല. ആ വീക്ക് ഏരിയാസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രോങ് ആവുക. അപ്പൊ ഇതാണ് നമ്മുടെ വീക്ക്ലി സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പൊ അതാ മൺഡേ ടു സാറ്റർഡേ നമ്മൾ 2 ടോപ്പിക്സ് അല്ലെങ്കിൽ 2 സബ്ജക്ട്സ് പ്ലസ് 3 സെക്ഷണൽ മോക്ക്. സൺഡേ വരുമ്പോൾ ഒരു ഫുൾ ലെങ്ത് മോക്കും ഒരു റിവിഷനും നമ്മൾ ചെയ്യുന്നു. ഓക്കെ,
നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കിയാലോ. നോക്കൂ, കൺസിസ്റ്റന്റ് മോക്സ് പ്ലസ് കൺസിസ്റ്റന്റ് ബ്രേക്സ്. ഇതിന്റെ അർത്ഥം എന്താ? കൺസിസ്റ്റന്റ് മോക്സ് കൺസിസ്റ്റന്റ് ബ്രേക്സ് മീൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് മോക്ക് ചെയ്യണം. അത് ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു അല്ലെ. ഡെയിലി 3 സെക്ഷണൽ മോക്സ് അല്ലെ, 3 സെക്ഷണൽ മോക്സ് നിർബന്ധമാണ് അല്ലെ. 3 സെക്ഷണൽ മോക്സ് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ബ്രേക്കും വേണമല്ലോ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, 4 മണിക്ക് എഴുന്നേറ്റു, പിറ്റേ ദിവസം രാവിലെ 4 മണി വരെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കൃത്യമായ ബ്രേക്ക് അതിന്റെ ഇടയിൽ കൊടുക്കണം. ക്ലിയർ അല്ലേ? ഒരു 10-20 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും നമ്മുടേതായ അല്ലെങ്കിൽ ഒരു 1 അവർ നമ്മുടേതായ ലെഷറിന് വേണ്ടിയിട്ടും നമ്മൾ ടൈം കണ്ടെത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവുള്ളൂ, നമുക്ക് പഠിക്കാൻ ഇരിക്കാൻ തോന്നുള്ളൂ. അല്ലാതെ 24/7 നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല, നോട്ട് പോസിബിൾ. അപ്പൊ അവിടെ എവിടെ ബ്രേക്ക് കൊടുക്കണം? നമ്മൾ ലഞ്ച് ടൈം ഉണ്ടാവും, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഉണ്ടാവും, ടീ ടൈം ഉണ്ടാവും, ഡിന്നർ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കുറച്ച് ലെഷർ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യണം. യാതൊരു തെറ്റുമില്ല അതിൽ. അത് ചെയ്യാതിരുന്നാൽ നമ്മുടെ ബ്രെയിൻ ഫ്രഷ് അപ്പ് ആവില്ല. പഠിച്ചത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയെന്ന് നമുക്ക് തോന്നും, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് ലാക്ക് ചെയ്യും. അപ്പൊ സോ കൺസിസ്റ്റന്റ് ബ്രേക്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് മറക്കരുത്. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരു ദിവസമല്ല, മൺഡേ അല്ല, ട്യൂസ്ഡേ അല്ല, വെനസ്ഡേ അല്ല, തേഴ്സ്ഡേ അല്ല, ഫ്രൈഡേ അല്ല, സാറ്റർഡേ അല്ല, സൺഡേ, 7 ദിവസവും കൃത്യമായ ബ്രേക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ ഒന്ന് കൺസിസ്റ്റന്റ് ബ്രേക്സ് ലീഡ്സ് ടു ഒരു ബെറ്റർ ബ്രെയിൻ അല്ലെ. ബെറ്റർ ബ്രെയിനിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് മോക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ബ്രേക്ക് എടുക്കുക. കൺസിസ്റ്റന്റ് ബ്രേക്ക് മീൻസ് ഭയങ്കര ബ്രേക്സ് അല്ല, ഒരു ലെഷർ ആക്ടിവിറ്റിക്ക് നമ്മൾ ഒരു ചെറിയ സമയം കണ്ടെത്തുന്നു ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ ഇതാണ്. നെക്സ്റ്റോ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്. അപ്പൊ 2026 എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. 2025 ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് 2025 കട്ട് ഓഫ് ആണ്. ഓക്കെ, ഇത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അല്ല കേട്ടോ, ഇത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അല്ല, ഇത് 2025 കട്ട് ഓഫ് ആണ്. ക്ലിയർ? ഇനി എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു 75 ക്വസ്റ്റ്യൻസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 100 ഒരു 75 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ആൻഡ് യു ആർ പ്രെറ്റി മച്ച് ഷുവർ ദാറ്റ് ഈ 75 ശരിയാണ്. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും? ബേസിക് മാത്സ് 75 × 2 150 അല്ലെ. 75 × 2 എത്ര? 150. അതെങ്ങനെ പെട്ടെന്ന് ചെയ്തു? 70 × 2 140, 5 × 2 10, അപ്പോൾ 150. ഈ 150 കിട്ടുമെങ്കിൽ നിങ്ങൾ ഏകദേശം അല്ലെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ ഇന്നാണ്. ക്ലിയർ? ഇനി അതല്ല, നിങ്ങൾക്കൊരു 130s ആണെങ്കിൽ 130s ആണെങ്കിൽ ഡൗട്ട്ഫുൾ ആണ് അല്ലേ. സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും പറയാൻ പറ്റില്ല. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് നമുക്കൊരു കട്ട് ഓഫ് പറയാൻ പറ്റില്ല. കാര്യം എന്താ? സെക്ഷണൽ ടൈമർ വന്നു, ക്വസ്റ്റ്യൻസിൽ ഡിഫറൻസ് ഉണ്ടോ? കാര്യം ലെങ്തി ക്വസ്റ്റ്യൻസ് വന്നാൽ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സിലും ഇംഗ്ലീഷിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു കൺഫ്യൂസ്ഡ് ടോപ്പിക് ആണ് അല്ലേ. നേരത്തെ സെക്ഷണൽ ടൈം ഇല്ലാത്തത് കൊണ്ട് GK നമ്മൾ 25 മിനിറ്റ്സ് അല്ലെങ്കിൽ 5-10 മിനിറ്റ് കൊണ്ട് GK കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി നമ്മളെല്ലാം ക്വാണ്ടിറ്റിയിലെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റീസണിങ്ങിലെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ആ ടൈം കൊടുത്തിരുന്നത്. ഇനി ചിലപ്പോൾ നമുക്കത് നടക്കില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ലെങ്തി ക്വസ്റ്റ്യൻസ് വന്നാൽ എത്ര ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദം ചെയ്യും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കട്ട് ഓഫ്. അപ്പൊ എക്സാം കഴിഞ്ഞിട്ടില്ല, ഷിഫ്റ്റ്സിന്റെ അനാലിസിസും എല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് കട്ട് ഓഫ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കട്ട് ഓഫിനെ പറ്റി നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ടെൻഷൻസും വെക്കണ്ട. ഒരു 70 to 75 അല്ലെങ്കിൽ 75+ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിയാക്കിയാൽ യു ആർ ഇൻ. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് പോയി കഴിഞ്ഞാൽ SSC CGL നമ്മുടെ കയ്യിലാവും. അപ്പൊ ഇതിനു വേണ്ടി ഇത്രയും സ്റ്റഡി പ്ലാനും ഇത്രയും കൺസിസ്റ്റന്റ് മോക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്ക്ലി ഷെഡ്യൂൾസും ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നേരെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് വരിക അല്ലേ. നിങ്ങൾക്ക് അറിയാലോ. സോ 12,256 വേക്കൻസിയിൽ ഒന്ന് നിങ്ങളാണ്. അപ്പൊ നോക്കൂ, അപ്പൊ 12,256 വേക്കൻസീസ് ആണ് 2026 SSC വിളിച്ചിരിക്കുന്നത്.
അപ്പോൾ 12,256 വേക്കൻസീസ്. അപ്പം ഇതിൽ ഒരാളാവാൻ വേണ്ടി, ഇതിലൊരു പാർട്ട് ആവാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ ക്ഷണിക്കുന്നു. മാസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ലൈവ് സെഷൻസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, 100+ മോക്ക് എക്സാംസ്, വീക്ക്ലി റിവിഷൻ ആൻഡ് എക്സാം, PDF മെറ്റീരിയൽ, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരെ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 9249089284 കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേഗം അഡ്മിഷൻ എടുക്കാം. അതുകൂടാതെ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേ. ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ്, SSCയുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആവാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വീഡിയോസ്, എക്സാം അപ്ഡേറ്റ്സ് എല്ലാം അവൈലബിൾ ആവും. അപ്പോൾ ഇത്തരം ഒരു സ്റ്റഡി പ്ലാനും ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഈ പറഞ്ഞിരിക്കുന്ന 12,256 വേക്കൻസീസിൽ ഒരാൾ നിങ്ങൾക്കാകാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.